പടം തീയാണ്. തീ എന്ന് വെച്ചാൽ തീയാണ്, സൂപ്പറാണ്. ആറാട്ടെണ്ണന് വേണ്ടിയുള്ള ഡാൻസാണ്. ലാലേട്ടൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറാട്ടെണ്ണന് വേണ്ടി 1, 2, 3. ഇത് അലയൻസ് പെരേര തുപ്പ്. ഇത് അലയൻസ് പെരേരൊക്കെ. പിന്നെ മൂന്നാമത്തെ തുപ്പ് ആയിരിക്കാന്നറിയാമോ? ചെകുത്താനാ. അയ്യേ, എവനാ ചെകുത്താനാ? ഫയലെ പോടാ. മറ്റേ നാഗേന്ദ്ര മറ്റേ ആന്റി പറയ പോലെ ചെകുത്താന് അലയൻസ് പെരേരെ ആറാട്ടെണ്ണ തൂറി എറിയുന്നില്ല പോടാ. ഓവറോൾ സിനിമയുടെ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഇതിൽ ഭാഗമായതുകൊണ്ട് ഞാൻ ഭയങ്കര ബയസ്ഡ് ആയിരിക്കും. പെർഫോമൻസ് പറയാൻ തീർച്ചയായിട്ടും എനിക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഐ എം വെരി ഹാപ്പി അബൌട്ട്. വാക്കുകളില്ല. ഓരോ ആക്ടേഴ്സും എനിക്ക് തോന്നുന്നു ഒന്നിനൊന്നായി മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയില്. ഹ്യൂമറും ഹ്യൂമൻ ഇമോഷൻസും ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടെ ചേർന്നൊരു വളരെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് വളരെ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഫ്രണ്ട്ഷിപ്പും അറ്റ് ദ സെയിം ടൈം നൊസ്റ്റാൾജിയ എല്ലാം കോർത്തിണക്കിയ ഒരു സിനിമയാണിത്. എല്ലാവരും ഈ സിനിമ കാണണം. ക്ലൈമാക്സ് സീൻ അടിപൊളി. പ്രണവ് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ ലാലേട്ടനെ കണ്ടതുപോലെ ഉണ്ടായിരുന്നു. യെസ്, നിവിൻ പോളിയും വളരെ എനർജറ്റിക് ആയിട്ടൊരു ശരിക്കും ഒരു സ്റ്റോൾവാർട്ട് നിവിൻ പോളി പെർഫോമൻസ് തന്നെയായിരുന്നു ഈ മൂവിയിൽ. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഈ സിനിമ കാണണം. കാരണം യു വിൽ നോട്ട് റിഗ്രറ്റ്. അടിപൊളിയായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആണ്. എല്ലാവരുടെയും നിവിൻ ചേട്ടന്റെ തിരിച്ചുവരവാണ്. എൻഗേജിങ് ആണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ലാഗ് ഒന്നും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. കഥയുടെ ആ ഒരു ഇതിൽ പോകുന്നതേ ഉള്ളൂ. BGM ഒക്കെ നൈസാണ്. പാട്ടൊക്കെ നൈസാണ്. ചില പാട്ടുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആ നിൽക്കുന്നുണ്ട് മനസ്സിൽ. പ്രണവ് അടിപൊളിയായിരുന്നു. എൻഗേജിങ് ആണ്. എല്ലാവരും എൻഗേജിങ് ആണ്. അങ്ങനെ റേറ്റിംഗ് ഒന്നും ഇല്ല. എല്ലാവരും വന്ന് കാണേണ്ട ഒരു പടമാണ്. അടിപൊളി. എല്ലാവരും അടിപൊളി. വെരി നൈസ്. ഓഫ് കോഴ്സ് 100% എൻഗേജിങ് ആണ്. ഇമോഷണൽ ആണ്. ഒരുപാട് ഇഷ്ടമായി. 10 നോ ഡൗട്ട്.